ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ മജ്ലിസ് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മുതബറക്കായ മജ്ലിസായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരല്പസമയം ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ ദിക്റിലും മറ്റ് സ്വലാത്തുകളിലും ദുആയിലുമായിട്ട് നമുക്ക് കഴിച്ചുകൂട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ ദുൽഖഅദ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വളരെ പുണ്യമുള്ള ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ദുൽഖഅദ മാസം 29-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ കേരളത്തിൽ ദുൽഖഅദ 29 കടന്നു വരികയാണ്. നാം ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ സംശുദ്ധമായ ഹൃദയങ്ങൾ നമുക്ക് അത് കൊണ്ട് ഹൃദയങ്ങൾ കൊണ്ട് നമുക്ക് ആ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിനെ വരവേൽക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാം കുറച്ച് ദിക്റുകൾ ചൊല്ലി നേരെ ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാഫാക്കി തരണം. അല്ലാഹു നൽകിയതായ ഈ ജീവിതത്തിൽ അവൻ പൊരുത്തപ്പെടാത്ത പല ദോഷങ്ങൾ വന്നിട്ടുണ്ടാകാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അല്ലാഹുവിന് കൂടുതൽ മഹബ്ബത്തുള്ള അടിമകളാകാൻ ദോഷം എല്ലാവർക്കും വരും. പക്ഷെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന തൗബ ചെയ്യുന്ന അടിമകളെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ഇസ്തിഗ്ഫാറുകൾ, ഒരു 21 ഇസ്തിഗ്ഫാറുകൾ നമുക്ക് ചെല്ലാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. എന്താണ് ഈ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹോന്നതനായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. മിൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈഹി, ആ അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയതായ ഇസ്തിഗ്ഫാറുകൾ നമ്മിൽ നിന്ന് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളിൽ പല ആളുകളും പല രൂപത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, രോഗം വന്നിട്ട് അതിനെ ശിഫായിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പിടിപെട്ട ആളുകൾ, മാറാവ്യാധികൾ പിടിവിട്ടുകൊണ്ട് സ്ഥിരം ആശുപത്രി സന്ദർശകരായിട്ടുള്ള ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, അങ്ങനെയുള്ള ആളുകൾ കൂടെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ ഒരുമിച്ച് ചൊല്ലുക.
ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ശ്ഫി അംറാദന വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അതാണ് ദുആ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ശ്ഫി അംറാദന, അല്ലാഹുവേ നീ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ, ദുആ കൊണ്ട് ഞങ്ങൾക്ക് വസീയത്ത് നൽകിയ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. യാ ശാഫിയൽ അംറാദ്, രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന അല്ലാഹ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വിളിച്ചിട്ടാണ് പറയുന്നത്. യാ ഷാഫി, യാ ഷാഫി, സുഖപ്പെടുത്തുന്ന അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സർവ്വ ആളുകളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ് എന്ന ദിക്റാണ് നാം ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ആയതിനാൽ എല്ലാവരും ഒരുമിച്ച് അർത്ഥമറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഈ ദിക്ർ ഒരു 11 വട്ടം ചൊല്ലുക. അല്ലാഹുമ്മ ശ്ഫി അംറാദന വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ശ്ഫി അംറാദന വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الأمراض شفاء تاما لا يغادر سقما ولا ألما. اللهم يا شافي يا الله، اللهم يا كافي يا الله، يا معافي يا الله، اشفي أمراضنا يا رب العالمين. അള്ളാഹു നമ്മുടെ സർവ്വ രോഗങ്ങളെയും ശിഫയാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹുവിലേക്ക് ഒരു ദിക്ർ നാം ചൊല്ലുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാണ് ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏത് കഴിവും നമുക്ക് ലഭിക്കുന്ന ആരെ കൊണ്ടാണ്? ബില്ലാഹിൽ അലിയിൽ അദീം, ഉന്നതനായ സമുന്നതനായ അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഏതൊരു കഴിവും ലഭിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഏതൊരു കഴിവും അള്ളാഹുവിനെ കൊണ്ടേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആയതിനാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നാം ഈ അർത്ഥം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ആത്മാർത്ഥമായ അള്ളാഹുവിനോട് നാം ഈ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കും. അപ്പൊ ഒന്ന് പറയാം എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരു 11 വട്ടം എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഞാൻ ചൊല്ലുന്നതിനോടൊപ്പം 11 എണ്ണം കിട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് നാം ആ ദിക്ർ ചൊല്ലി അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ചൊല്ലുന്നത്. നമ്മുടെ അവസാനം നന്നാവാനും നല്ല സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം ചേർക്കാനുമുള്ള ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനി മുസ്ലിമ. എന്താണ് ഈ ദുആന്റെ അർത്ഥം? അല്ലാഹുവേ തവഫനി മുസ്ലിമ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ. അപ്പൊ ഈ ഒരു ദിക്ർ, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. സഹാബികൾ, താബീങ്ങൾ, തബഉ താബീങ്ങൾ, അങ്ങനെ തുടങ്ങി മഹാന്മാരെ പിൻപറ്റുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പുണരുന്ന, അത് ഫോളോ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, അങ്ങനെയുള്ള സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ. സ്വർഗത്തിൽ അവരോടൊപ്പം കൂട്ടണമേ. അവര് പോയ വഴിയിൽ നീ ചേർക്കണമേ. മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം നീ ചേർക്കുകയും ചെയ്യണേ അല്ലാ എന്നുള്ള ആത്മാർത്ഥമായ ദുആ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഒരു 11 വട്ടം നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇൻഷാ അല്ലാഹ് ഒരു 21 വട്ടം നമ്മൾ ഈ ദിക്ർ ചൊല്ലുകയാണ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. اللهم توفني مسلما والحقني بالصالحين. 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 ഇൻഷാ അല്ലാഹ് അല്ലാഹു നാം ചൊല്ലിയതായ ആ ദുആയെ സ്വീകരിക്കുമാറാകട്ടെ. അന്ത്യം നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ നാമുമായി ബന്ധപ്പെട്ട സർവ്വ അഹലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ള ദുആയാണ്. അവര് മരണപ്പെട്ടവരാണെങ്കിൽ മരണപ്പെട്ട ശേഷമാണ് കൂടുതൽ അവർക്ക് വേണ്ടി ദുആ കൊണ്ട് കടമപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കി എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഏതാണ് ആ ദുആ നമ്മൾ ചൊല്ലാൻ പോകുന്ന? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ച ദുആയാണ് റബ്ബി റഹംഹുമാ. അല്ലാഹുവേ അവരിരുവർക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. നീ അവർക്ക് ഇരുവർക്കും നീ കാരുണ്യം ചൊരിയണേ റബ്ബേ. കമാ റബ്ബയാനി സഗീറ.
അവര് ഞങ്ങളെ മക്കളെ ഏത് പ്രകാരമാണോ തർബീയത്ത് ചെയ്തത്, പോറ്റി വളർത്തിയത്, ചെറുപ്പത്തിൽ അവരെങ്ങനെയാണോ പോറ്റി വളർത്തി അതുപോലെ നീ അവർക്കും കരുണ ചൊരിയണേ അല്ലാ, അവർക്ക് നീ കരുണ ചൊരിയണേ റബ്ബേ എന്നുള്ള ദുആയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ നൽകണേ അല്ലാ എന്നുള്ള ദുആയാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ ആ അർത്ഥം നാം വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് ദുആ നാം ചൊല്ലുക. ഏതാണ് ദുആ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു 21 വട്ടം നാം ചൊല്ലുകയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ദുആനെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി നാം ചൊല്ലുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് നാം 21 വട്ടം നാം ചൊല്ലുകയാണ്. ഏതാണ് ആ സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ദുആയാണ്, എന്നുള്ള സ്വലാത്താണ് നാം എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്ലാഹുവേ നീ ഗുണം ചൊരിയണേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ പേരിൽ നീ ഗുണം ചൊരിയണേ അല്ലാ, ആ മുത്തുനബിയുടെ പേരിൽ നീ രക്ഷയും ചൊരിയണേ അല്ലാ, ഗുണവും രക്ഷയും നീ ചൊരിയണേ അല്ലാ, നിന്റെ റഹ്മത്ത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഈ സ്വലാത്ത് ഒരു വട്ടം നാം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ബദലായിക്കൊണ്ട് അള്ളാഹു 10 സ്വലാത്ത്, 10 രക്ഷകൾ, 10 റഹ്മത്തുകൾ നമുക്ക് പകരമായി നൽകുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോ നാം തമാശയ്ക്ക് പോലും ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യ യോഗ്യമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ ഈ ഒരു കുറഞ്ഞ സമയത്ത് നമുക്കൊരു 21 സ്വലാത്ത് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, രോഗങ്ങൾ ശിഫയാക്കാനുള്ള ദുആ പറഞ്ഞ് ഇങ്ങനെ സംശുദ്ധമായിട്ട് തെറ്റുകളൊക്കെ പൊറുത്ത നിലയിൽ, അതുപോലെ സാമ്പത്തികമായ ബാധ്യതകളുള്ളവരാണെങ്കിൽ അതൊക്കെ കൊടുത്തു വിട്ടിക്കൊണ്ട്, എല്ലാ ഇടപാടുകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട്, എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ദുആക്ക് വലിയ ഇജാബത്ത് കിട്ടും. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് കഴിഞ്ഞ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഈ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാല്ലാഹ് എല്ലാവരും ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തെ ആത്മാർത്ഥമായി ഓതി അല്ലാഹുവിലേക്ക് ഇന്നേ ദിവസം ആത്മാർത്ഥമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നമ്മുടെ എല്ലാ വിഷമങ്ങൾ, വേവലാതികൾ, മുറാദുകൾ എല്ലാം 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 അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കണം. നമുക്ക് അല്ലാഹുവിനോട് പറയണം. നമുക്ക് നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കണം. നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കേണ്ടുന്ന കാര്യങ്ങൾ, രോഗങ്ങൾ, ബലാ മുസീബത്തുകൾ, അതൊക്കെ നമ്മളിൽ നിന്ന് കാവല് നാം തേടണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നു. ഇൻഷാഅല്ലാഹ് ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة أولا إلى حضرة روح حبيبك سيدنا محمد صلى الله عليه وسلم. اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين
اللهم إلى غرات أصحابه البدرين والعهدين والخندقين والخيبرين وسائر الصحابة رضي الله عنهم أجمعين. أرحم الرحيم يا الملك الجبار يا سيداയ അല്ലാഹ്, വിശുദ്ധമായ ദുൽഖഅദ വിട പറയുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഈ സമയത്ത് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയതായ അദ്കാറുകൾ, സലാത്തുകൾ, സൂറത്തുകൾ എല്ലാം 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 നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് കാരണമായി ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളെ നീ പൊറുത്തു മാഫാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതകാലങ്ങളിൽ, ജീവിത സമയത്ത് പല സമയങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, വണ്ണവും നിസാരവുമായ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ, എവിടെയെല്ലാം വച്ച് ചെയ്ത തെറ്റുകളുണ്ടോ, എല്ലാം എല്ലാം നിന്നോട് പറഞ്ഞ് റബ്ബേ നിന്നോട് കേണപേക്ഷിക്കുന്നു അല്ലാഹ്. എല്ലാ ദോഷങ്ങളെയും നീ പുറത്തു മാഫാക്കണേ അല്ലാഹ്. ശിഷ്ടകാലം നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധമായ മാസത്തിലേക്ക് സംശുദ്ധമായി പ്രവേശിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. റബ്ബേ ദുൽഹജ്ജ് മാസം ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി മക്ക മുകറമയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. റബ്ബേ അവരുടെ യാത്രകളിൽ എല്ലാവിധ സംരക്ഷണവും നൽകണേ അല്ലാഹ്. ഓർമ്മയോടുകൂടെ തന്നെ എല്ലാ അമലുകളും അവിടെ വെച്ച് നിർവഹിക്കാനും തിരിച്ച് എല്ലാം റാഹത്തിലായി അമലുകൾ ചെയ്ത ശേഷം നാട്ടിലേക്ക്, ഞങ്ങളുടെ അടുക്കളയിലേക്ക് തന്നെ സന്തോഷത്തോടെ മടങ്ങി വരുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുപോലെ ഒരു നാൾ, ഏറെ വൈകാതെ ഒരു നാൾ, അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ തന്നെ വിശുദ്ധമായ മക്കയും മദീനയും സന്ദർശിക്കാൻ, വിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹ്, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഇന്ന് പലരും ആരണി മണ്ണിലാണ് അല്ലാഹ്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെ സമൂഹത്തിൽ പടർന്നു പിടിച്ചതായ അസുഖങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ബന്ധുമിത്രാദികളോ അയൽപക്കങ്ങളിലോ ഇഷ്ടജനങ്ങളിലോ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനാഥമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. റബ്ബേ നീ നൽകുന്നതായ മുഴുവൻ പരീക്ഷണങ്ങളും താങ്ങാനുള്ള കെൽപ്പ്, മനോധൈര്യം നീ നൽകണേ അല്ലാഹ്. ശാരീരികമായ പല അസ്വസ്ഥതകൾ ഉള്ളവരുണ്ട് അല്ലാഹ്, വേദനകൾ ഉള്ളവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും അസുഖങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉസ്താദുമാരെ അലിഫ് മുതൽ പഠിപ്പിച്ച ഞങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിച്ച ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പേടിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഖൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് ദീനിയായ നേട്ടം ഉണ്ടാക്കി തരുന്നതാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെല്ലാം സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ വിവാഹപ്രായമായ ആളുകൾ, വിവാഹപ്രായമായ മക്കൾ ഉള്ളവരുണ്ട് റബ്ബേ. അനുയോജ്യരായ വരനെ
സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. റബ്ബേ, കുതുബിയത്ത് മജ്‌ലിസിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഹദിയ നൽകിയതായ ആളുകളുണ്ട് അല്ലാ. അവര് ഓരോ വസിയത്തുകൾ പറഞ്ഞുകൊണ്ടാണ്, ഓരോ മുറാദുകൾ പറഞ്ഞുകൊണ്ട് ഹദിയ നൽകിയവരാണ് അല്ലാ. എല്ലാവർക്കും നീ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ദീനിയായ ചൈതന്യം അവർക്കും ഞങ്ങൾക്കും നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام. وآخر دعوانا الحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.